വടകര താഴെയങ്ങാടി ടീം വലിയവളപ്പിന്റെ നേതൃത്വത്തിൽ വലിയവളപ്പ് സൊസൈറ്റി ഗ്രൗണ്ടിൽ വെച്ച് മെഗാ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. തായങ്ങാടിയിലെ വലിയവളപ്പ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സാമൂഹിക സാംസ്കാരിക സേവന സംഘടനയാണ് ടീം വലിയവളപ്പ് എന്ന് പറയുന്നത്. ഞങ്ങൾ വടകര തായങ്ങാടി മേഖലയിൽ സേവന മേഖലയിൽ ധാരാളം പ്രവർത്തനങ്ങൾ നിലവിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. റമദാൻ മാസത്തിൽ കഴിഞ്ഞ 3 വർഷമായി ഞങ്ങൾ ബൃഹത്തായ വലിയ രീതിയിലുള്ള ഏതാണ്ട് 1500ഓളം ആളുകളെ പങ്കെടുപ്പിച്ചുള്ള നോമ്പൂർ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വർഷവും ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഏതാണ്ട് 1500-2000 ആളുകളെയാണ് ഈ നോമ്പൂർക്ക് പ്രതീക്ഷിക്കുന്നത്. ഈ നോമ്പൂർ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വടകര തായങ്ങാടി മേഖലയിലെ വിവിധങ്ങളായ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സംഘടനകളിലെ ആളുകളെയും അതുപോലെ തന്നെ വ്യത്യസ്ത നിറങ്ങളിലുള്ള ആളുകൾ, വ്യത്യസ്ത ജാതിയിലുള്ള ആളുകൾ, എല്ലാതരം ആളുകളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഈ നാടിന്റെ ഐക്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ടീം വലിയവളപ്പിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെയുള്ള ഒരു നോമ്പുറ സംഘടിപ്പിക്കുന്നതിന്. ഇൻഷാ അല്ലാഹ് വരും വർഷങ്ങളിലും നമ്മൾ ഇത് തുടരുക തന്നെ ചെയ്യും. അതോടൊപ്പം തന്നെ പ്രദേശത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങളുമായി ഞങ്ങൾക്ക് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ ടീം വലിയവളപ്പിന്റെ ഉദ്ദേശം. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം നോമ്പുറകൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. തീർച്ചയായും ഇതിന് സഹകരിച്ച എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഞങ്ങൾ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് ഇതിനാവശ്യമായ ഭക്ഷണ സാധനങ്ങൾ ഞങ്ങളുടെ ടീം വലിയവളപ്പിന്റെ ഇതിൽ ഉൾപ്പെടുന്ന കുടുംബ വീടുകളിൽ നിന്നാണ് ഞങ്ങൾക്ക് ആവശ്യമായ നോമ്പൂറ വിഭവങ്ങൾ നൽകുന്നത്. അവരെ എല്ലാം ഈ അവസരത്തിൽ ഞങ്ങൾ ഓർക്കുകയാണ്. മിഗ്ദാദ് തയ്യിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അബ്ദുള്ള KP അധ്യക്ഷത വഹിച്ചു. സാജിഹ് സമീർ അസ്ഹരി റമദാൻ സന്ദേശം നൽകി. ഇത്ര മനോഹരമായ ഒരു ഇഫ്താർ സംഗമത്തിന് ഈ മനോഹരമായ ഗ്രൗണ്ട്, സൊസൈറ്റി ഗ്രൗണ്ട് സാക്ഷ്യം വഹിക്കുമ്പോ നാട്ടിലെ ആഭാലവൃദ്ധം ജനങ്ങളും കുട്ടികളെന്നോ പ്രായമുള്ളവരെന്നോ മധ്യവയസ്കരെന്നോ സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ വ്യത്യാസമില്ലാതെ ആളുകൾ ഒരുമിച്ച് ചേരുകയാണ്. ഇതൊരു സ്നേഹത്തിന്റെ ചരടാണ്. പരസ്പരം ഒരുമിച്ച് നിൽക്കുവാനുള്ള ഒരു മനസ്സാണ് ഈ ടീം വലിയവളപ്പ് ഇവിടെ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. നമ്മൾ ഒരുമിച്ച് നിൽക്കണം. നമ്മൾ മനുഷ്യരാണ്. നമ്മൾ പരസ്പരം കൊമ്പ് കോർക്കേണ്ടവരല്ല. നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്തേണ്ടവരല്ല. നമ്മൾ പരസ്പരം ചളിവാരി എറിയേണ്ടവരല്ല. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വ്യക്തിയെ വ്യക്തിഹത്യ നടത്തുവാൻ ഉള്ളതല്ല, ആരെങ്കിലും ആക്ഷേപിക്കുവാനുള്ളതല്ല. നമ്മൾ പ്രത്യേകിച്ച് ഇലക്ഷൻ അടുക്കുന്ന ഒരു സമയമാ. മനുഷ്യരെ വ്യക്തി
വ്യക്തിപരമായ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് അധിക്ഷേപങ്ങളും അപഹാസ്യങ്ങളും കൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ നിറയുമ്പോ ഈ ടീം വലിയ വളപ്പ്, ഈ ഒരു കൂട്ടായ്മ ഒരുക്കിയതിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ മനുഷ്യനെ ഭിന്നിപ്പിക്കേണ്ടവരല്ല, മനുഷ്യരെ ചേർത്ത് പിടിക്കേണ്ടവരാണ്. നോമ്പ് നൽകുന്ന സന്ദേശം എന്താണ്? നോമ്പിന്റെ ഏറ്റവും പ്രധാനമായ ഒന്ന് പട്ടിണി കിടക്കുകയാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ, സുബഹി ബാങ്ക് വിളിക്കുന്ന സമയം മുതൽ ഇനി 6:41 മഗ്രിബിന്റെ ബാങ്കുലി മുഴങ്ങുന്നത് വരെ അന്നപാനീയങ്ങൾ വെടിഞ്ഞുകൊണ്ട്, മാത്രമല്ല ചീത്തയായ വിചാരങ്ങളും വികാരങ്ങളും അടക്കി നിർത്തിക്കൊണ്ട് മനുഷ്യൻ ഉപവസിക്കുകയാണ്. എന്തിനു വേണ്ടി? അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യമാക്കി. ഹാഫിൽ ജാഫർ മാർജാനി ദുആ സദസ്സിന് നേതൃത്വം നൽകി. MC ഇബ്രാഹിം, M ഫൈസൽ, സഫീറ ടീച്ചർ, MP അബ്ദുള്ള, ഷാജഹാൻ KVP, AP മഹമൂദ്, കൗൺസിലർമാരായ അജിനാസ് U, ദിനേശൻ KP, നിസാബി ടീച്ചർ, സഫീറ ടീച്ചർ, അനീസ് KP, ഷാഹുൽ ഹമീദ്, സബാദ് എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. ഷിജാർ C നന്ദി പറഞ്ഞു.